ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായ എൻ്റെ സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൊളിറ്റീഷ്യൻ കാണിക്കുകയാണ്. അപ്പോൾ പൊളിറ്റീഷ്യനിൽ നമ്മുടെ അജയ് പറയാണ്, ഇന്നൊരു കേസുണ്ട്, അത് കൃത്യമായിട്ട് അന്വേഷിച്ചേ മതിയാവുള്ളൂ. കാരണം അവിടെ ഒരു ആ മരത്തിൻ്റെ പ്രശ്നത്തിലാണ് ഇവർ കൈകടത്തിയിരിക്കുന്നത്. ആ ഒരു പ്രശ്നം സോൾവ് ആയില്ലെങ്കിൽ അവിടെ അടിപിടി തല്ല് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇത് കഴിഞ്ഞപ്പോഴേക്കും, സാറേ ഞാൻ ഒറ്റക്ക് പോകണോ സാറേ? അയ്യേ, താനൊരു പോലീസ് ഓഫീസർ അല്ലേടോ, പിന്നെ ഒറ്റക്ക് പോകാതെ തനിക്കൊക്കെ നാണമില്ല ഇങ്ങനെ പറയാനായിട്ട്? അതെങ്ങനെയും പോയി സോൾവ് ആക്കാനായിട്ട് നോക്ക്. അപ്പോഴാണെങ്കിൽ എൻ്റെ ദൈവം, ഇയാളെന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങുള്ളൂ, ഞാൻ ഏതായാലും ഭൂമി തന്നെ ശരണം എന്നും ഈ പോലീസുകാരൻ വിചാരിച്ചിട്ട് നേരെ ഭൂമിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുക. ഈ സമയം തന്നെ ഭൂമിയാണെങ്കിൽ സ്കൂട്ടറും തള്ളിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. സ്കൂട്ടറാണെങ്കിൽ വർക്കാവുന്നില്ല. സ്കൂട്ടർ ഇങ്ങനെ പതിയെ തള്ളി ഇത് എന്തൊരു കഷ്ടമാണ് എൻ്റെ ദൈവമേ. അങ്ങനെ ഈ പോലീസുകാരൻ നേരെ ഭൂമി എടുത്ത് ചെല്ലുകയാണ്. ഭൂമി, അതേ ഭൂമി, ഒരു സഹായം വേണമായിരുന്നു ഭൂമി. സഹായമോ? എൻ്റെ പൊന്നു സാറേ, ദേ പോലീസ് സ്റ്റേഷൻ അടച്ചു, ഇനി സഹായമൊന്നുമില്ല. അങ്ങനെ പറയരുത് ഭൂമി. ഈ ഒരു പ്രശ്നം ഭൂമിക്ക് മാത്രമേ തീർക്കാനായിട്ട് പറ്റുള്ളൂ. എന്താ പ്രശ്നം? ആ കോളനിയിലെ രണ്ടതിരും കൂടി ഒരു ആല് വെച്ചിട്ടുണ്ട്. ആല് തമ്മിലാ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നേ, അതല്ലേ നല്ലത്. അതിനവർ സമ്മതിക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്കേ അവർ സമ്മതിക്കുള്ളന്നേ. ഇപ്പം അത് വല്ലാത്തൊരു പ്രശ്നം എടുത്ത് തീർന്നിരിക്കുക. അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയായി പിടിയായി എന്നെ ഇട്ട് അവർ പഞ്ഞിക്കിടും. അതുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാനും പേടിയാണ് എൻ്റെ ഭൂമിയെ. ഭൂമി എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നല്ല ഭൂമി വിശദമായിട്ടുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാലോ ഭൂമി, ഇത് നല്ലൊരു ഐഡിയ ആണ്. എങ്കിൽ പിന്നെ സാറേ അതേപോലെ ചെന്ന് സാറങ്ങോട്ട് പറഞ്ഞാൽ മതി, അവരതിൽ വീഴുവന്നേ. പക്ഷേ നമ്മളത് പ്രവർത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാർ അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയി അവിടെ പോയി പറയേ, അപ്പോൾ ഏകദേശം ഓക്കെ ആവും. ശരി, താങ്ക്സ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അങ്ങോട്ട് പോവുകയാണ്. ഈ വണ്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ല. വണ്ടി ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം തന്നെ അമ്മ പുറത്ത് വന്ന് കാത്തിരിക്കുകയാണ് ഭൂമിയെ. അപ്പോൾ അച്യുതൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കൊന്ന് വിളിച്ച് നോക്കാറുന്നില്ലേ മോളെ? ഇതെന്താ അച്ചുവേട്ടാ, ഇതെന്താ ഇത്ര ലേറ്റ് ആവുന്നത്? ഒരു മനസമാധാനം ഇല്ലല്ലോ അച്ചുവേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അതെ, ഇനി പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മോള് വരാത്തതിൽ ഭയങ്കര ടെൻഷനായിപ്പോൾ. ഇതെന്ത് പറ്റി ഏത് പറ്റിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയോട് സംസാരിക്കാം. ഈ സമയം തന്നെ ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ദൈവമേ, ഞാൻ എങ്ങനെ പോകും വീട്ടിലേക്ക്? അപ്പോഴാണതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ CA സാറും കൂടി പുറത്തേക്ക് ഇറങ്ങാം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, ഹലോ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അതെ, വണ്ടി വർക്കാവുന്നില്ല, അങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും, അതെ സാറേ ഒന്ന് നിൽക്കുമോ സാറേ? എന്താ? അതെ, എൻ്റെ വണ്ടി വർക്കാവുന്നില്ലല്ലോ, ലാസ്റ്റത്തെ ബസ്സും പോയി, എന്നെ ഒന്ന് കൊണ്ട് വീട്ടിലാക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, കയറിക്കോ. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ CAയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ എന്നെ ഓട്ടോ സ്റ്റാൻഡിൽ വിട്ടാലും മതി, ഞാനിവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കോളാം. എവിടെ വിടണമെന്ന് ഞാൻ ആലോചിച്ചോളാം, താനവിടെ മര്യാദയ്ക്ക് ഇരിക്കടോ. അപ്പോഴേക്കും ഭൂമിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സാറേ, എൻ്റെ ധാരണകളെല്ലാം തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് സാറേ. എന്നാന്നറിയാവോ, സാറിനെ കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നതേ ഒരു മുഷടനാണ്, മറ്റുള്ളവർ ദയയില്ലാത്തവനാണ്, ഒരു കഠിന ഹൃദയമുള്ള ആളാണ് എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ സാറിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി ഹൃദയമുണ്ടെന്ന്, നിഷ്കളങ്കമായ ഹൃദയമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് സാറേ മനസ്സിലാക്കിയത്. ഇത് കേട്ടാൽ നമ്മുടെ CAക്ക് ദേഷ്യം വരിക. CA ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തുകയാണ്, ഇറങ്ങി എന്ന് പറയുകയാണ്. എന്താ സാറേ ഇറങ്ങുന്ന്? അങ്ങനെ ഭൂമി അതിന് ചാടി ഇറങ്ങിയാണ്. അതെ, എനിക്ക് അങ്ങനെ വലിയ ഹൃദയമൊന്നുമില്ല, ഓവർ സ്മാർട്ട് ആകാൻ നിൽക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CI അവിടെ നിന്ന് പോയപ്പോൾ, ദുഷ്ടൻ, എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയല്ലോ അയാൾ. അങ്ങനെ CI കറങ്ങി തിരിഞ്ഞ് വരികയാണ്. ഇത് പറ്റി? കയറ് വണ്ടിയിൽ. അതെ, എനിക്കങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല, അതെൻ്റെ ലോലഹൃദയമായത് കൊണ്ടൊന്നും അല്ല. ഐ എം എ പോലീസ് ഓഫീസർ, മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് വണ്ടിയിലേക്ക് കയറാൻ നോക്ക്, കയറാൻ. അങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വണ്ടിയിലേക്ക് കയറുക. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ് ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഭൂമി നിൽക്കുകയാണ്. ഭൂമി നിൽക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അഞ്ജന ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് പിന്നെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവരും ആ വഴി വരുന്നത്. അതെ, എടോ, എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു ജീവി പോയെന്നൊരു തോന്നൽ, ഒന്ന് നോക്കാവോ? ഞാൻ നോക്കുന്നില്ല സാറേ, ഞാൻ അങ്ങനെ ഓവർ സ്മാർട്ടൊന്നും ആവനില്ല. എടോ, ഒന്നും നോക്കടോ.
താഴ്മയായിട്ടൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. എടോ എന്തിനാടോ, ഒന്ന് നോക്കടോ എന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നോക്കാം. അങ്ങനെ ഭൂമി ആ ഷർട്ടിൻ്റെ ഉള്ളിൽ നോക്കുകയാണ് എന്തെങ്കിലും വീണ്ടുണ്ടോയെന്നറിയാൻ. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ അഞ്ജന കാണുകയാണ്. ഇത് കണ്ട അഞ്ജനയ്ക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലെത്തി. അപ്പോൾ അച്യുതനും അമ്മയും കൂടി പുറത്തിങ്ങനെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇത് ആര്, CI സാറോ എന്നിങ്ങനെ പറയുകയാണ്. അതെ, ഭൂമിയെ കൊണ്ടുവന്ന് ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഭൂമിയാണെങ്കിൽ സാറേ എന്നാൽ പിന്നെ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകാമല്ലോ സാറേ. അയ്യോ വേണ്ട, പിന്നെ ഒരു ദിവസമാവാം, എനിക്ക് പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണേ, മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശി പിണങ്ങും, അതുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ അച്യുതൻ്റെ ഭാര്യയും കൂടി അതെ, മുത്തശ്ശിയെക്കുറിച്ച് ഭൂമി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയാണല്ലേ അവിടെ എല്ലാം, പിന്നെ അല്ലാതെ മുത്തശ്ശിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശിയെക്കുറിച്ച് നല്ല ഇത് തന്നെയാണെന്നൊക്കെ അവിടെ പറയുകയാണ്. അല്ല നിങ്ങളെന്താ കിടക്കാറെന്നായില്ലേ? ഭൂമിയെയും കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നേ. അല്ല ആൻറ്റി സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നോ? പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇപ്പം അഭിനയിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല, ഇപ്പം അഭിനയിക്കാൻ പോകുന്നില്ല എന്ന് അമ്മ പറയാ. അപ്പോഴേക്കും ഭൂമി പറയണ എൻ്റെ അമ്മേ എന്ത് നല്ല ആർട്ടിസ്റ്റാണെന്ന് അറിയാവോ, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിന് ശേഷം അമ്മ പിന്നെ അവൾക്ക് ഒഴിച്ച് പോകണ്ടെന്നൊക്കെ പറഞ്ഞത്. ഞാൻ അമ്മയുടെ അഭിനയമൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ആ നാടകത്തിലൂടെയാ അച്ഛൻ അമ്മയുടെ വലയിൽ വീണത്. ആ നാടകം എനിക്ക് കാണിച്ചു തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. മോളെ ഭൂമി എന്തൊക്കെയാണ് മോളെ പറയുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെ എങ്കിൽ പിന്നെ ശരി, ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ. അങ്ങനെ അജയ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഭൂമി നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്. അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ്, ദൈവമേ ഇനി എന്തൊക്കെ വരും ഏതൊക്കെ വരുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ, എവിടെ പോയി അവസാനിക്കുമെന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ പേടി തോന്നുക. അങ്ങനെ പിന്നീട് നമ്മുടെ അഞ്ജനയെ കാണിക്കണം. അപ്പം അഞ്ജനയാണെങ്കിൽ അജയ് വരുന്നതും കാത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അജയ് വരിക. അപ്പം അജയ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ നീ എവിടെയായിരുന്നെടാ? എൻ്റെ പോലീസ് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായില്ലേ എവിടെയാണെന്ന്? അതെ, നീ പോലീസ് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി, പക്ഷെ നീ ഒരു പെണ്ണിനായിട്ട് സ്കൂട്ടറിൽ കറങ്ങിയെടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. അതാരാ? അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടോ? അത് ആ ചായക്കടക്കാരി ഭൂമിയല്ലേ എന്ന് ചോദിക്കുക. അപ്പം എല്ലാം അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനാ കൂടുതൽ ചോദിക്കാനായിട്ട് വന്നത്? ഞാനേ ഭൂമിയെ കയറ്റിയിട്ട് പോയി. അല്ലോ കെട്ടിപ്പിടിച്ചൊക്കെയാണല്ലോ ഇരുന്നത്. അതെ, കെട്ടിപ്പിടിച്ചൊക്കെ ഇരുന്നത്. എന്താണ് നീ അവളും തമ്മിലുള്ള ബന്ധം? അതോ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്, ഞങ്ങൾ തമ്മിലേ അഫെയർ ഉണ്ട്. ഞാനാ പ്രപ്പോസ് ചെയ്തത്. അവളപ്പോൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കാകെ കലി വരികയാണ്. നീ കാര്യമായിട്ട് പറയണം. ഇതൊക്കെ തമാശയായിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് ഭൂമിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്നൊക്കെ അജയ് പറയാണ്. ഐ ലവ് യു ഭൂമി, ഐ ലവ് യു ഭൂമി എന്നും പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിന്ന് കയറി പോവാ. ഇതെല്ലാം കേട്ടാ അഞ്ജനയ്ക്ക് കാലി വന്നിട്ട് ഒരു രക്ഷയില്ല. ഈ സമയം തന്നെ അച്യുതനെയും അതേപോലെ തന്നെ അച്യുതൻ്റെ ഭാര്യയെയും കാണിക്കുകയാണ്. അപ്പോൾ അച്ചുവേട്ടൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ മോള് അച്ഛൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ആരാ അച്ചുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു സംശയം മാത്രമാണ്, കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല, അതൊന്ന് ഉറപ്പിക്കണം. അച്ചുവേട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം അച്ചുവേട്ടൻ അയാളടുത്ത് പോയി അതാണ് ഭൂമിയുടെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരൊക്കെ എന്തൊക്കെ വന്നാലും വിട്ടു കൊടുക്കില്ല ഞാൻ എൻ്റെ മോളെ. ആ നിമിഷം എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കരമായിട്ടും ടെൻഷൻ ആവുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു ഭൂമി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഞാനേ ഒരാഴ്ചയായി ഇത് നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അറിയാതെ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ ആ കാര്യങ്ങൾ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വിട്ട് ഞാൻ ഒറ്റൊരു പോക്ക് പോകുകയെ, പിന്നെ എന്നെ കാണാൻ പോലും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇവരുടെ ഒരു പരസ്പരം നോക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ അച്ഛാ, നിങ്ങൾ രണ്ടുപേരും വാ, ഇത് കിടക്കാറൊന്നുമല്ലേ, ദേ എന്തെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം. സമയം എത്രയെന്ന് അറിയാവോ? അച്ഛൻ ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കരുത്. മോളെ നമുക്ക് നാട്ടിലേക്കൊന്ന് പോയാലോ? തുടങ്ങി പഴംപൂരാണം. നാട്ടിലേക്കൊന്നും പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. അച്ഛനെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം, എന്നിട്ട് അൾസറിനെ ചികിത്സിക്കണം. അതിനു വേണ്ടിയുള്ള പൈസ വേണ്ടേ? ആ പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ഇനി നാട്ടിലേക്ക് പോകുന്ന കാര്യമില്ല, അച്ഛനൊക്കെ കയറി വന്നണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളോടൊപ്പം ഞാൻ കിടക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും കൂടി കയറി പോവുകയാണ്.
അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാകുക മുത്തശ്ശിയാണെങ്കിൽ ഈ കല്യാണ കാർഡെല്ലാം അടിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ മകളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭവാനി അവിടെ മാറി നിൽക്കുക. ഭവാനി, നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? ഈ കാർഡൊക്കെ ഒന്ന് കാണണ്ടേ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, അമ്മയുടെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ, നിൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പം കാർഡിൻ്റെ ഇത് നീ തന്നെ നോക്കി നടത്തണ്ടേ, നീ ഒന്ന് വന്നേ. അതൊന്നും സാരമില്ല അമ്മേ. ദേ മാധവ, നമ്മൾ ഈ കല്യാണ കാർഡ് അടിക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു എംബ്ലം ഇവിടെ വേണം, അത് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ അങ്ങനൊരു എംബ്ലം ഉണ്ടോ? കൊള്ളാം, 10-28 വർഷമായില്ലേ ഈ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് പോലും അതറിയില്ലേ? ഭവാനി, ഏതാ നമ്മുടെ എംബ്ലം? അത് പിന്നെ 3 കൊച്ചുമക്കളുടെയും കഴുത്തിൽ കിടക്കുന്ന പോലെ ദേ ആ ഒരു എംബ്ലമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എംബ്ലം. കറക്റ്റ്, അത് തന്നെയാണ്. ആ ഒരു എംബ്ലം നമ്മുടെ കല്യാണ കാർഡിലും വേണമെന്നും പറയുക. അതൊക്കെ റെഡിയാക്കിക്കൊള്ളാം. ഭവാനി, ഇതൊന്നും നോക്കിക്കണ്ടേ? ഇല്ലമ്മേ, അമ്മ നോക്കിയായിരുന്നു. നീ ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണോ? എന്ത് ചോദിച്ചാലും അമ്മയ്ക്ക് ഇഷ്ടമാവട്ടെ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ പറയാൻ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ഭവാനി, അതെ ഈ കാർഡ് കൊള്ളായിരിക്കും അല്ലേ, എന്നെങ്കിൽ പിന്നെ ആ കാർഡ് സെലക്ട് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ അജയ് കാണിക്കുകയാണ്. അജയ് എങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. ആ സമയത്ത് അഞ്ജന അങ്ങോട്ട് ചെല്ലുകയാണ്. നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്ക് അത് ശരി, ഞാൻ എങ്ങോട്ട് പോകുന്നെങ്കിലും നിന്നോട് അനുവാദം ചോദിക്കണോ? എന്നാലും എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല. ദേ നമ്മൾ കുട്ടികളല്ല, കുട്ടികളുടെ രീതിയിൽ പെരുമാറേണ്ട ആവശ്യമില്ല, അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അജയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ പറഞ്ഞത് നീ സീരിയസ് ആയിട്ടാണോ? എന്ത് പറഞ്ഞത്? അല്ല, ഭൂമിയെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത് സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പോൾ ഞാനെന്നെങ്കിൽ പിന്നെ അവളെ കൊല്ലും, അവളെ കൊന്ന ഞാൻ വേറെ ആളെ പ്രപ്പോസ് ചെയ്യും. അത് ശരി, അപ്പം നീ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ലേ? ഇല്ല, സ്നേഹിക്കില്ല. അപ്പം നമ്മളുടെ കല്യാണം നടക്കില്ലേ? നടക്കില്ല. എനിക്ക് ഈ കല്യാണത്തോട് യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഒരിക്കലും നീ എന്നെ സ്നേഹിക്കില്ല? ഇല്ല, സ്നേഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം. ഇത് കേട്ട് അജയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ബ്രേക്കപ്പ് ആവാം. എങ്കിൽ പിന്നെ കൈ കൊടുത്ത് പിരിഞ്ഞാലോ? കൈ കൊടുത്ത് പിരിഞ്ഞ ഓക്കെ. ഞാനെന്നാ മുത്തശ്ശിയോട് പോയി പറയാനായിട്ട് പോവാണ്. അവർ അവിടെ ഇൻവെസ്റ്റിഗേഷൻ കാർഡെല്ലാം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ മുത്തശ്ശിയോട് പറയാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പോയി പറഞ്ഞോ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ കൊടുത്ത് പിരിയുക. അങ്ങനെ ഈ അഞ്ജന നേരെ അങ്ങോട്ട് ചെല്ലുക. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കര സന്തോഷം. ആഹാ, വന്നല്ലോ, രണ്ടുപേരും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. മോനെ അജയ്, നിന്റെ കല്യാണ കാർഡെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നിനക്കെന്താ അഭിപ്രായം? ഈ കാർഡൊന്നും നോക്കിക്കണ്ടേ, ഇതിൽ ഏതോ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ മുത്തശ്ശി, അഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ട് മുത്തശ്ശി. അഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ടെന്നോ? അതെ, അഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ട് എന്നും പറയാം. എങ്കിൽ പിന്നെ അഞ്ജനയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അഞ്ജന ഇങ്ങനെ തന്നെ ഈ മുത്തശ്ശിയെ തന്നെ നോക്കുക. അത് പിന്നെ മുത്തശ്ശി, ഞാനീ പറയാൻ പോകുന്ന കാര്യമേ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ചിലപ്പോൾ നിങ്ങളെല്ലാം സങ്കടപ്പെടുത്തും, അതൊന്നും കാര്യമായിട്ട് നിൽക്കരുത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അഞ്ജന എന്താ പറയാനുള്ളത്? അപ്പോൾ അജയാണെങ്കിൽ പറ അഞ്ജന, പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറ. അത് പിന്നെ മുത്തശ്ശി, അപ്പോൾ ഭവാനിക്ക് പേടിന്നു, നീ എന്താണ് പറയാൻ പോകുന്നത്? അപ്പോൾ ഉടനെ തന്നെ അതെ, നിശ്ചയത്തിന് ഞാൻ സാരി കൊടുക്കൂല. ഇത് കേട്ടാൽ എല്ലാവരും ഞെട്ടിപ്പോവാ. അജയ് ആണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതായിരുന്നു കാര്യം, അതിനാണോ ഇത്ര ബിൽഡപ്പ് കൊടുത്തത്? അത് പിന്നെ മുത്തശ്ശി, അജയ് എന്നോട് പറഞ്ഞത് നിശ്ചയത്തിന് സാരി ഉടുക്കണമെന്ന്, പക്ഷേ സാരി ഉടുക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശി, അതുകൊണ്ടാണ് മുത്തശ്ശിയോട് വന്ന് പറയാനുള്ള കാരണം. ഇത് കേട്ടാ അജയ് ആകെ താറുമാറായി പോവുകയാണ്. അപ്പോൾ അജയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്തെന്നില്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അച്യുതനെയാണ്. അപ്പോൾ അച്യുതനാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും വീട് എന്നും ചോദിച്ചുകൊണ്ട് വരിക. ആര്? നമ്മുടെ സത്യൻ്റെ വീട്ടിലേക്കാണ് അച്യുതൻ വരുന്നത്. സത്യനാണെങ്കിൽ തൻ്റെ മകളുടെ ഫോട്ടോ ഒന്ന് തലോടിക്കൊണ്ട് ഒരു പെഗ് മദ്യമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അച്യുതൻ വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അച്യുതനെ തന്നെ നോക്കുകയാണ് നമ്മുടെ സത്യനും. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.